ചൂരൽമല ദുരന്തത്തിൽ അകപ്പെട്ട് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവർക്ക് മൊബൈൽ ഫോൺ സമ്മാനിച്ച് 10 സുഹൃത്തുക്കൾ. ബന്ധുക്കളുമായുള്ള ആശയവിനിമയം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാം നഷ്ടമായവർക്ക് സൗജന്യമായി മൊബൈൽ ഫോൺ വിതരണം ചെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ 400 പേർക്കാണ് മൊബൈൽ ഫോണും സിം കാർഡും നൽകുന്നത്. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ദുരിതാശ്വാസ ക്യാമ്പിലാണ്. നമുക്കറിയാം, ഈ ദുരിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട കുറേ അധികം മനുഷ്യരാണ് ഈ ക്യാമ്പിൽ കഴിയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് പുറത്തേക്കുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ വലിയ രീതിയിലുള്ള പ്രശ്നമാണ്. പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളെ വിളിച്ചിട്ടും അവരുമായി സംസാരിച്ചിട്ടൊക്കെ ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് അവർക്ക് ഇപ്പോൾ വീണ്ടും അവരവരുടെ ജീവിതം വീണ്ടും തിരിച്ചു പിടിക്കുകയാണ്. അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഇപ്പോൾ ഇവിടെ ഒരു 10ഓളം സുഹൃത്തുക്കൾ ചേർന്നിട്ട് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് മൊബൈൽ ഫോണുകൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 10 സുഹൃത്തുക്കൾ ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഈ മൊബൈൽ ഫോണുകൾ ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇവരുടെ കയ്യിൽ ID പ്രൂഫ് ഉള്ള ആളുകൾക്കാണ് നിലവിൽ ഇത് കൊടുക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ ഇതിന്റെ ഈ സംഘാടകരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കൂടുതൽ കാര്യങ്ങൾ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സജീഷ്. ഇപ്പം ആരൊക്കെ ചേർന്നിട്ടാണ് ഇവിടെ ഈ ഒരു 10ഓളം സുഹൃത്തുക്കൾ കൂടിയിട്ട്, ഞങ്ങൾ മലപ്പുറത്ത് വണ്ടൂർ എന്ന അവിടെയുള്ളത്, ഒരു 10ഓളം സുഹൃത്തുക്കൾ കൂടിയിട്ട് ഇങ്ങനെ നമ്മുടെ മറ്റ് സുഹൃത്തുക്കളെ കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഫണ്ട് കളക്ഷൻ ചെയ്തിട്ട് ഒരു 400ഓളം മൊബൈലും അതോടൊപ്പം തന്നെ അതിലേക്കുള്ള സിം കാർഡും അത് ആക്ടിവേഷൻ ചെയ്യാനുള്ള സ്റ്റാഫിനെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് ഈ ക്യാമ്പിൽ ഇപ്പോൾ ഏകദേശം നമ്മൾ 100ന് മുകളിലോളം കൊടുത്തു കഴിഞ്ഞു. ഇനി നാളെയും മറ്റന്നാളൊക്കെ അടുത്ത ക്യാമ്പുകളിലൊക്കെ പോയിട്ട് കൊടുക്കാൻ കരുതുന്നുണ്ട്. അത് ഇന്നത്തെ ഇത് നോക്കിയതിനനുസരിച്ച് ചെയ്യും. ഏകദേശം ഒരു 400 മൊബൈലോളം അതിൻ്റെ ഒപ്പം സിമ്മും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കരുതിയിട്ടുള്ളത്. എന്താ മാനദണ്ഡം എന്താ? ഇല്ല, അതിന് മാനദണ്ഡങ്ങളൊന്നുമില്ല. ഇതിനെന്താ വെച്ചാൽ ഈ സിം ആക്ടിവേഷൻ ചെയ്യാനുള്ള ആധാർ കാർഡ്, അവരുടെ കയ്യിലുള്ള ഡോക്യുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് അവർക്ക് ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് തികച്ചും സൗജന്യമായിട്ട്. കാരണം നമുക്കറിയാം, കേരളം എല്ലാ കാര്യത്തിലും ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ വരുമ്പം ഒരുമിച്ച് നിൽക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളെപ്പോലെ നല്ല മീഡിയകളൊക്കെ നമുക്കിവിടെയുള്ള ഓരോ വാർത്തകൾ ദൈനംദിന നാട്ടിൽ നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കരുതി ഞങ്ങളൊരു 10 പേര് ഇങ്ങനെ ഒരു ഇതായിട്ട് വന്നതാണ്. അതിൽ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഐഡൻറ്റിറ്റി പ്രൂഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആക്ടിവേഷൻ ചെയ്ത് കൊടുക്കുക. അപ്പം ഈ സ്വാഭാവികമായിട്ടും കുറെ ഒന്നും ഇല്ലാതൊക്കെ വന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പം ഇതില്ലാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും ഇളവുണ്ടോ? അങ്ങനെ വരാറുണ്ട്. പക്ഷെ അങ്ങനെ വരുന്ന ആളുകൾക്ക് ചുരുക്കമാണ്, ഒരുപക്ഷെ അത് ഉണ്ടാവാം. ഇന്നിപ്പോൾ നമുക്കിവിടെ അങ്ങനെ വന്നത് ഒരു 8-9 പേരൊക്കെയാണ് അങ്ങനെ വന്നത്. അത് നമ്മൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അത് വെച്ചിട്ട് നമ്മൾ അത് ഐഡൻറ്റിഫൈ ചെയ്യും. ഇനി അതല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഈ സ്കൂളിലെ ടീച്ചേഴ്സ് ഉണ്ട്, ഈ അവരുടെ നിൽക്കുന്ന ക്യാമ്പിലെ ക്ലാസ് മുറികളിലെ ടീച്ചേഴ്സിൻ്റെ അവരുടെ ആധാർ വെച്ചിട്ട് താൽക്കാലികമായി ചെയ്തിട്ട്, കാരണം അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് നമ്മളത് ചെയ്യുന്നത് അവർക്ക് ഡോക്യുമെന്റ്സ് ഇല്ലാത്തത് കൊണ്ട് മറ്റുള്ള ഡോക്യുമെന്റ്സ് വെച്ച് ചെയ്തു കൊടുക്കും. ഇത് നിങ്ങൾ സുഹൃത്തുക്കളാണ്, എന്തെങ്കിലും ക്ലബ്ബോ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല, ക്ലബ്ബ് അതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം ഒന്നും അതിലില്ല. ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരു 10 പേര് കൂടിയിട്ട് മറ്റ് ഞങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടി ഇൻവോൾവ് ചെയ്തുകൊണ്ടിട്ടുള്ളത്. അപ്പം അതൊരു നല്ല മാതൃകയാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ, അതായത് എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. അപ്പം അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ആശയവുമായിട്ട് ഇപ്പം ഇവർ മുന്നിട്ട് ഇറങ്ങിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു പ്രൂഫ് കയ്യിലുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഫോണ് കൊടുക്കും. അതുപോലെ തന്നെ ഒരു പ്രൂഫും ഇല്ലാത്തവർക്ക് അധ്യാപകരുടെയും മറ്റും സഹായത്താലാണ് ഇത്തരത്തിൽ ഈ സിം ആക്ടിവേറ്റ് ചെയ്ത് ഇത്തരത്തിൽ ഫോൺ കൊടുക്കുന്നത്. 10ഓളം സുഹൃത്തുക്കളാണ്. അവർ മറ്റുള്ള അവരുടെ സുഹൃത്തുക്കളെ കൂടി ഇതിലേക്ക് പങ്കാളികളാക്കി ഇത്തരത്തിലൊരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതൊരു നല്ല മാതൃകയാണ്. പ്രത്യേകിച്ച് ഈ ക്യാമ്പിൽ ഏകദേശം 700ഓളം ആളുകളാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു 100ഓളം ആളുകൾ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ കൈപ്പറ്റി കഴിഞ്ഞിട്ടുണ്ട്. 7-8 പേർ മാത്രമാണ് ഇത്തരത്തിൽ യാതൊരുവിധ പ്രൂഫും ഇല്ലാതെ ഇവരെ സമീപിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഇവർ ഒരുക്കി കൊടുക്കും എന്നുള്ളതാണ് പറയുന്നത്. മലപ്പുറത്തുള്ള സുഹൃത്തുക്കളാണ് ഈ 10 പേർ എന്നുള്ളത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം ഈ ഒരു മാതൃക അത് കേരളത്തിലുടനീളം പടരട്ടെ, കൂടുതൽ ആളുകളിലേക്ക് പടരട്ടെ എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കുക. കാരണം ഇപ്പോൾ നമുക്ക് കാണാൻ ദൃശ്യങ്ങളിൽ ഇത്തരത്തിൽ ഈ ഫോൺ വാങ്ങാൻ വന്നിട്ട് കുറേ അധികം, നേരത്തെ വലിയ രീതിയിലുള്ള ക്യൂ ആയിരുന്നു ഇവിടെ ഈ ഫോൺ വാങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആ ക്യൂ കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 100ഓളം പേർക്കാണ് ഇത്തരത്തിൽ ഈ ഒരു ഫോൺ നൽകുന്നത്. അത് തീർത്തും സൗജന്യമായിട്ട്. ഈ മാതൃക കേരളത്തിലൊന്നാകെ പടരട്ടെ. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 വയനാട്.